തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ കോഴിക്കോട് UDF ആത്മവിശ്വാസത്തിലാണ്. 13 നിയമസഭാ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷവും ഇത്തവണ ജയിക്കാമെന്നാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. ആരൊക്കെയാണ് കോഴിക്കോട് ജില്ലയിൽ UDFന്റെ സ്ഥാനാർത്ഥികളാകാൻ പരിഗണിക്കപ്പെടുന്നത് എന്ന് നോക്കാം. 13-ൽ 13 പിടിക്കുമെന്നാണ് UDF നേതാക്കളുടെ മാധ്യമങ്ങൾക്ക് മുന്നിലെ ആത്മവിശ്വാസം. പക്ഷെ ഉള്ളിലെ കണക്കുകളിൽ സീറ്റ് എണ്ണം 8, 9 10 കിട്ടിയാൽ അത് ബമ്പർ. വടകര കൈവിടില്ലെന്ന് UDFന് ഉറപ്പുണ്ട്. സ്ഥാനാർത്ഥി KK രമ തന്നെ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം 4109. കുറ്റ്യാടിയിൽ തദ്ദേശ പോരിൽ ഭൂരിപക്ഷം 2057. പാറക്കൽ അബ്ദുള്ള സ്ഥാനാർത്ഥിയാകും. ഇത്തവണ മണ്ഡലം പിടിക്കാൻ കഴിയുമെന്നാണ് UDF പ്രതീക്ഷ. നാദാപുരത്ത് KM അഭിജിത്ത് മത്സരിക്കും. മണ്ഡലം വെച്ചുമാറണമെന്ന താല്പര്യം ലീഗിനുണ്ടെങ്കിലും അതുണ്ടാകാൻ സാധ്യതയില്ല. അഭിജിത്ത് അനൌദ്യോഗിക പ്രചാരണം ഇതിനോടകം ആരംഭിച്ചു. കൊയിലാണ്ടിയിൽ DCC പ്രസിഡന്റ് K പ്രവീൺകുമാറിന്റെ പേരിനപ്പുറത്തേക്ക് മറ്റൊരു പേരില്ല. പുതിയ DCC ഓഫീസിന്റെ പ്രൗഢി, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മിന്നും വിജയം, ഇതൊക്കെയാണ് പ്രവീണിന് അനുകൂലമാകുന്ന ഘടകങ്ങൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDF ലീഡ് 4639. അത് വീണ്ടും ഉയരുമെന്നാണ് UDF കണക്കുകൂട്ടൽ. പേരാമ്പ്രയിൽ മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി TT ഇസ്മയിൽ സ്ഥാനാർത്ഥിയായേക്കും. ബാലുശ്ശേരിയിൽ KSUവിലെ VT സൂരജോ രമ്യ ഹരിദാസോ സ്ഥാനാർത്ഥിയാകും. മുൻതൂക്കം VT സൂരജിനെ. കോഴിക്കോട് സൗത്തിൽ MK മുനീർ, കൊടുവള്ളിയിൽ PK ഫിറോസ്, തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗിന്റെ സ്വതന്ത്ര ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി മത്സരിക്കും. എലത്തൂരിൽ 3 പേരുകൾ പരിഗണനയിലുണ്ട്. N സുബ്രഹ്മണ്യൻ, വിദ്യാ ബാലകൃഷ്ണൻ, ദിനേശ് മണി എന്നിവരിൽ ഒരാൾ മത്സര രംഗത്തുണ്ടാകും. തരംഗമുണ്ടായില്ലെങ്കിൽ ഇവിടെ വിജയസാധ്യത കുറവാകും. NCPയിലെ തർക്കത്തിൽ കോൺഗ്രസിന് പ്രതീക്ഷയുണ്ട്. കോഴിക്കോട് നോർത്തിൽ K ജയന്ത് സ്ഥാനാർത്ഥിയാകും. ഇനി ബേപ്പൂരാണ്. PV അൻവറും മുഹമ്മദ് റിയാസും നേരിട്ട് ഏറ്റുമുട്ടാൻ പോകുന്ന ബേപ്പൂർ. ഇടതു കോട്ടയെന്ന് പെട്ടെന്ന് തോന്നുമെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ LDF ലീഡ് 148. ഒന്നാഞ്ഞു പിടിച്ചാൽ ബേപ്പൂർ കൂടെ പോരുമെന്നാണ് UDF പ്രതീക്ഷ. അൻവർ ഇതിനോടകം മണ്ഡലത്തിൽ പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. BJP സ്ഥാനാർത്ഥി ആരെന്നതും മണ്ഡലത്തിൽ നിർണായകമാകും. നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.